അരക്കപ്പ് തൈരും ഒരു വഴുതണങ്ങയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആട്ടോ ഇത്. എന്നാൽ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിൽ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അടുത്തുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ അത്യാവശ്യം വലുതായി തന്നെ അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്ത് ഒന്ന് നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വെന്ത് വന്നാൽ മതിയാവും കേട്ടോ. അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് ഒരു തക്കാളി അതും അത്യാവശ്യം വലുതായി തന്നെ അരിഞ്ഞ് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പൊ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന വഴുതണങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വഴുതണങ്ങ ആട്ടോ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിന് വഴുതണങ്ങയെന്ന് മാത്രമല്ല കേട്ടോ, കത്രിക്കയെന്നും പറയാറുണ്ട്. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ വഴുതണങ്ങയും ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാട്ടോ അടച്ചു വെക്കുന്നത്. ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതിയാവും കേട്ടോ. കണ്ട ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വഴുതണങ്ങയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യമേ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ചേർത്ത് നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. അതിന്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഫ്ലെയിം ഒക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇതൊന്ന് നന്നായി ഇതിന്റെ പച്ചമണം മാറുന്നവരെയും അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പൊ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതാണ്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കാം. ഇനി ഇതങ്ങോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അവിടെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ മിക്സും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല രുചിയാട്ടോ ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിനൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. കൂടെ ഒരു മീൻകറിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. അപ്പം ഇതൊന്നും വഴറ്റി കൊടുക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ ഇതെല്ലാം വേവിച്ചെടുത്ത് എങ്കിലും ആ എണ്ണയിലിട്ട് ചെറുതായിട്ട് വീണ്ടും 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തൈര് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ആക്കി ഒന്ന് അടിച്ചു വെച്ചേക്കുന്ന കേട്ടോ. അതും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ തൈരൊക്കെ ചേർക്കുന്ന സമയം ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കണം കേട്ടോ. ചട്ടിയിലായതുകൊണ്ട് തന്നെ ആ ചൂടത്ത് തന്നെ ഇതങ്ങ് വെന്തോളും. അപ്പം നമുക്ക് ഈ തൈരും കൂടെ ചേർത്ത് ഈ മസാല നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോ നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ കുറച്ച് നേരത്തെ ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതണങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. അപ്പം ഇതിന്റെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പം ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.